എണ്ണം കുറച്ച് കുറക്കാം. കാരണം ഒരുപാട് ആളുകൾ വേണ്ടതിലധികം നിങ്ങൾ ആഘോഷിച്ചു കഴിഞ്ഞു. കാരണം ആഘോഷിക്കാൻ ഉള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. കാരണം ഇവിടുത്തെ കഷ്ടപ്പാട് അവർ കണ്ടതാണ്. പത്രങ്ങൾ എഴുതിയിരുന്നു, പ്രമുഖ പത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ പ്രോജക്ട്. അവർ എഴുതി ഇതിനെക്കുറിച്ച് ജനശ്രദ്ധ കൊണ്ടുവന്ന് അവിടത്തെ കണക്കുകൾ, അവിടത്തെ തുടരെയുള്ള പ്രസവങ്ങൾ, കഷ്ടപ്പാട്, ബെഡില്ലാതെ കിടക്കുന്നത്, ഇനി പലതും ഈ പിന്നോക്ക ജില്ലയിൽ നമുക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളത് പൂർത്തിയാക്കാനുണ്ട്. തീർച്ചയായും അതെല്ലാം ഇവിടെ സാഫല്യം കാണും, അതൊക്കെ പൂർത്തിയാവും എന്നുള്ള ഉറപ്പ് ഈ സന്ദർഭത്തിൽ ഗവൺമെന്റിന് വേണ്ടി ഞാനും അതിലൊരു മന്ത്രി എന്നുള്ള പറയാണ്. അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് എത്രയും വേഗം പൂർത്തിയാവാൻ നമുക്ക് എല്ലാവർക്കും കൂടി പരിശ്രമിക്കാം. എല്ലാവിധ ആശംസകളും അർപ്പിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശ്രീ വി എസ് ശിവകുമാർ, ശ്രീ പി അഹമ്മദ്, ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ശ്രീ ആര്യാടൻ മുഹമ്മദ്, ശ്രീ പി കെ അബ്ദുറം, ശ്രീ എസ് ഐ അനിൽകുമാർ, ശ്രീ മഞ്ഞളാക്കുടി അലി, ബഹുമാനപ്പെട്ട എം പിമാരെ, എം എൽ എമാരെ, ജനപ്രതിനിധികളെ, എന്തോരാവേശം, എന്തോരു ജനക്കൂട്ടം! ഇത് കാണുമ്പോൾ വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. മലപ്പുറത്തിന് കിട്ടിയ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ആഹ്ലാദമാണ്. നമ്മളിവിടെ ഇതിൽ ആഹ്ലാദിക്കുമ്പോൾ പുറത്ത് ഇതിനെതിരെ കരിങ്കൊടിയുമായി കുറെ ആളുകൾ എന്തൊരു വിരോധാഭാസമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫിൽ നമ്മൾ വളരെ മുന്നേറി നിൽക്കുകയാണ്. ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ, കുറഞ്ഞ ശിശു മരണത്തിന്റെ കാര്യത്തിൽ, സാക്ഷരതയുടെ കാര്യത്തിൽ, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫിന്റെ കാര്യത്തിൽ ലോകത്തൊന്നാം സ്ഥാനം ഈ കേരളത്തിനാണ്. ഇവിടെ ഏതാണ്ട് 660 പ്രൈമറി ഹെൽത്ത് സെന്ററും 230 കമ്മ്യൂണിറ്റി സെന്ററും 80 താലൂക്ക് ആശുപത്രികളും 11 ജനറൽ ആശുപത്രികളും 15 ഡിസ്ട്രിക്ട് ആശുപത്രികളും ഉണ്ട്. ഇത്രമാത്രം ആരോഗ്യ സംരക്ഷണ കേന്ദ്രമുള്ള കേരളം ഇതുപോലെ സംസ്ഥാനം ഇന്ത്യയിലില്ല. ഇപ്പോൾ ഇതാ 5 മെഡിക്കൽ കോളേജ് കൂടി കഴിഞ്ഞ ബഡ്ജറ്റിൽ 5 മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുകയുണ്ടായി. 1 കാസർഗോഡ്, 2 വയനാട്, 3 പാലക്കാട്, 4 മലപ്പുറം, 5 പത്തനംതിട്ട. ഈ രീതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജുകൾ ഇല്ലാത്ത ജില്ലകൾ ഉണ്ടാകാൻ പാടില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ശ്രീ ഉമ്മൻചാണ്ടിയുടെ UDF ഗവൺമെന്റിന്റെ കാലത്താണ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ഉണ്ടായത് എന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ. അതിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ മെഡിക്കൽ കോളേജ് നമ്മൾ ആരംഭിക്കുന്നതിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്ന മഹനീയമായ ദിവസത്തിൽ ഒത്തുചേരുവാൻ കഴിഞ്ഞതിലേക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും ആരോഗ്യം, അതാണ് ഗവൺമെന്റ് ലക്ഷ്യം. എല്ലാവർക്കും ആരോഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹത്തായ ഈ സ്ഥാപനത്തിന് എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് കൂടി ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു ഹോസ്റ്റൽ കൂടി ഉണ്ടാവണം. ഇവിടുത്തെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് വനിതാ വിദ്യാർത്ഥികൾ, അവർക്ക് വേണ്ടി ഹോസ്റ്റലും കൂടി സജ്ജമാകുന്നു. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അടുത്തതായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള വൈദ്യുതി ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് അവർ. അതിനുവേണ്ടി സഹോദരൻ, വാസ്തവത്തിൽ ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. ഞാനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ ശബ്ദം വെക്കുമായി. അത്രയും മഹത്തായ ഒരു ചടങ്ങാണ് നമ്മളിവിടെ നിർവഹിക്കപ്പെടുന്നത് എന്ന് മാത്രമല്ല, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ എന്റെ മുമ്പ് പ്രസംഗിച്ചവർ പറഞ്ഞതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ആളോഹരി പെർ ക്യാപിറ്റ ഏറ്റവും അധികം ഈ ആരോഗ്യത്തിന് വേണ്ടി
ചെലവിടുന്ന സംസ്ഥാനം ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കേരളമാണെന്നുള്ള കാര്യം നിങ്ങൾ ആളോഹരി. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലോ ആളോഹരി ഇന്ത്യയിൽ ഏറ്റവും അധികം കേരളമാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും നമുക്ക് മതിയാവുന്നില്ല. അതുകൊണ്ടാണ് മാനസാർ ഇവിടെ പറഞ്ഞത്, ലൈഫ് സ്പാൻ ആണെങ്കിലും ശിശുമരണമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും കേരളം മുൻപന്തിയില്ല. നമ്മുടെ ആയുഷ്കാലം 74 വർഷമാണ് കേരളത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം. അതുകൊണ്ട് ഇനിയും ചികിത്സാ സൗകര്യങ്ങൾ നമുക്കുണ്ടാവണം. ഉമ്മൻചാണ്ടി സർക്കാർ 8 മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള തീരുമാനമെടുത്തു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഒരു വർഷം 8 മെഡിക്കൽ കോളേജ് അനുവദിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്. എന്ന് മാത്രമല്ല, ആർക്കും ചികിത്സ, കറുത്ത കൊടി പിടിച്ചവനും ഇവിടെ ചികിത്സ, പിടിക്കാത്തവരും ചികിത്സ. ഇത് ഇത്രയധികം ആളുകൾ ഇവിടെ കൂടിയതിൽ ഒരു വലിയ പങ്ക്, ഒരു ചെറിയ പങ്കെങ്കിലും കരിങ്കൊടിക്കാർക്കുമുണ്ട് എന്ന കാര്യത്തിൽ. അതുകൊണ്ട് അവരുടെ സഹായവും നമുക്കുണ്ടായിട്ടുണ്ട്. ഞാൻ അതിൽ അവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. സമിതിയുടെ ഉപഹാര സമർപ്പണമാണ്. പ്രതികരിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു. ആ സമയത്താണ് ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തപ്പെട്ടതും അതുപോലെ തന്നെ ആദരണീയനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയം ഈ ആശുപത്രിക്ക് നൽകുകയും ചെയ്തത് എന്ന് ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. തീർച്ചയായും ഈ മെഡിക്കൽ കോളേജ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തെ പാവപ്പെട്ട സാധാരണക്കാരുമായ ആളുകളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ, അവർക്ക് നല്ല ചികിത്സ ലഭിക്കുവാൻ പര്യാപ്തമാകുന്ന ഒരു കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ്യവസായി ഏകോപന സമിതിയുടെ ഉപഹാരം എം ഉമ്മർ MLAക്കുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറി EK ശരി. മഞ്ഞളാംകുഴി അലി സംസാരിക്കുന്നു. പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകളെ, ആദരണീയനായ ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളെ, പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയങ്കരനായ ശിവകുമാർ, വേദിയിലിരിക്കുന്ന മറ്റ് ശാസ്ത്രവർത്തകരായ മന്ത്രിമാരെ, MLAമാരെ, ആദരണീയരായ നേതാക്കന്മാർ, മലപ്പുറം മോഡൽ കേരളത്തിന് തന്നെ മാതൃകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം യുവജനോത്സവം നമ്മൾ മലപ്പുറത്ത് നടത്തുക വഴി അത് ഇന്ത്യക്ക് മാതൃകയായി. ഇപ്പൊ മലപ്പുറം ലോകത്തിന് തന്നെ മാതൃകയായി. ഇതിനെല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് സംബന്ധിച്ചു.